ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഹാലക്കുട്ടൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കാണാം. അപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മ ജനലൊക്കെ തുറന്നു എന്നിട്ടാണ് എന്നെ ഉണർത്തുന്നത്. നിങ്ങൾ ഞാൻ പിന്നെ കുറച്ച് നേരം കട്ടിലിരിക്കും. അമ്മയുടെ കൂടെ എക്സസൈസ് ഒക്കെ ചെയ്യും കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. അങ്ങനെ അമ്മ കുറേ കസർത്തൊക്കെ കാണിക്കുമ്പോൾ ഞാനും അതൊക്കെ കാണിച്ചിട്ട് കട്ടിൽ നിന്ന് വെളിയിറങ്ങി അമ്മ ആദ്യം അടുക്കള വശമാണ് തുറക്കുന്നത്. അങ്ങനെ അടുക്കള സൈഡിൽ കൂടെ ഞാൻ പോയി ഷൂ ഒക്കെ വെച്ചിട്ട് അങ്ങ് ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് വരും. ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ അപ്പോൾ അമ്മയുടെ പത്രം കാണും. അങ്ങനെ അമ്മയ്ക്ക് പത്രമൊക്കെ എടുത്ത് കൊടുക്കും. പിന്നെ അമ്മയ്ക്ക് ഞാൻ പത്രമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ ചുറ്റിനും ഒന്ന് വീക്ഷിക്കും. അവിടെ കിടന്ന് ചുമ്മാ ഒന്ന് നടന്നെല്ലായിടം ഒന്ന് നോക്കും. അപ്പോഴേക്ക് അമ്മ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാനായിട്ട് പോകും. അമ്മ കുളിക്കുമ്പോഴത്തേക്ക് എന്നെ അകത്താണ് കേട്ടോ. അപ്പുറത്ത് വിട്ടാൽ പട്ടികളൊക്കെ വന്ന് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുമ്പോൾ നമ്മൾ അകത്താക്കിയിട്ടാണ് കുളിക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അമ്മ ഇങ്ങനെ വിളക്കൊക്കെ കത്തിട്ട് എന്നോട് സാമ്യം തൊഴാൻ പറയും. ഞാൻ അങ്ങനെ ഇങ്ങനെ സാമ്യം തൊഴുത് ഇങ്ങനെ നമസ്കരിക്കണം. നിങ്ങൾക്കറിയാമോ നമസ്കരിക്കണം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അമ്മ ചായയും പത്രമായിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരിക്കും. ഞാൻ അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നവരെ നോക്കിക്കൊണ്ട് ഇരിക്കും. അടുത്ത ടാസ്ക്കാണ് പല്ല്. അമ്മ ഹാലു ഓടി വാ പല്ല് തേക്കാന്ന് പറയുമ്പോൾ ഞാൻ ഓടി വരും. ഓടി വരികയൊക്കെയാണെങ്കിൽ എനിക്കത്ര ഇഷ്ടമല്ലാത്ത ടാസ്ക്കാണത് പല്ല് തേക്ക്. പിന്നെ പേസ്റ്റിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാനങ്ങിരിക്കും. അമ്മ ഇങ്ങനെ ഓരോ പല്ലും പിടിച്ച് വെച്ചാണ് അമ്മ തേക്കുന്നത്. ഇങ്ങനെ അകത്ത് തേക്കും, പുറത്ത് തേക്കും, അകത്തോട്ട് തേക്കും. അമ്മയ്ക്ക് എത്ര തേച്ചാലും പോരാ. അങ്ങനെ അമ്മയുടെ തേക്കും. പിന്നെ പേസ്റ്റിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ ഇരുന്ന് കൊടുക്കും കേട്ടോ. പിന്നെ അമ്മയുടെ അടുത്ത് എല്ലാവരും ചോദിക്കും, ഹാലുവിൻ്റെ പല്ല് നല്ല വെളുത്തിരിക്കുവാണല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ ജാട കാണിക്കാൻ വേണ്ടി അമ്മ ഒന്നും കൂടെ പിടിച്ച് എൻ്റെ പല്ലിങ്ങനെ എല്ലായിടവും തേച്ച് വെളുപ്പിച്ച് തരും കേട്ടോ. അതിനുശേഷം പിന്നെ പല്ല് മൊത്തവും നല്ല വെളിയിൽ കൊണ്ടുപോയി പല്ലെല്ലാം ഇങ്ങനെ കഴുകി മുഖമെല്ലാം കഴുകും. പല്ല് മൊത്തം കഴുകി വൃത്തിയാക്കും. ഇനി അടുത്ത ടാസ്ക്കാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ടാസ്ക്, ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്നും അമ്മ ഓരോന്ന് മാറി മാറി തരും. ഇടയ്ക്ക് എനിക്ക് ഓട്സായിരുന്നു. എനിക്ക് ഓട്സ് അത്ര ഇഷ്ടമല്ല. ഇടയ്ക്ക് ഇങ്ങനെ തുപ്പുന്നത് കൊണ്ട് അമ്മ എനിക്കിപ്പം റാഗിപ്പുട്ടാക്കി. റാഗിപ്പുട്ടും മുട്ട പുഴുങ്ങിയതും ഏത്തപ്പഴവും എനിക്ക് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുഴച്ച് തിന്നാനായിട്ട്. ഞാൻ തന്നെ കഴിക്കാൻ എനിക്ക് അത്ര അമ്മ വാരിത്തരുമ്പോൾ ഞാൻ മൊത്തം കഴിക്കും. അങ്ങനെ അമ്മ ഇങ്ങനെ കുഴച്ച് ഉരുട്ടി ഇങ്ങനെ വാരിത്തരും. അതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടെ നിന്ന് ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ അതിനകത്തൊക്കെ കയറ്റുന്നത് ഞാൻ കണ്ട്. എന്നാലും ഞാൻ അറിയാത്ത മട്ടിലും ഇരുന്ന് എനിക്ക് ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ്. എന്നാലും അമ്മ അറിയാതെ ഒരു ഉരുളക്കകത്തൊക്കെ ഇങ്ങനെ വെച്ച് തരും. അത് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ചേർക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കഴിക്കും. പാവം അമ്മ ഉണ്ടാക്കുന്നതല്ലേ. അമ്മ ഇങ്ങനെ കുഴച്ച് ഓരോ ഉരുളയായിട്ട് ഇങ്ങനെ തരും. നല്ല ടേസ്റ്റാണല്ലേ അമ്മമാർ കുഴച്ച് തരുന്ന ഉരുള കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനിങ്ങനെ ചവച്ച് കഴിക്കും. അങ്ങനെ ആ മൊത്തവും ചിലപ്പോൾ എനിക്ക് മുട്ട ഇല്ലെങ്കിൽ എനിക്കൊരു മടിയാണ് കഴിക്കാൻ. പിന്നെ മുട്ടയും ഏത്തപ്പഴവും റാഗിപ്പുട്ടോടും ഇങ്ങനെ കുഴച്ച് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അടുത്ത ടാസ്ക്കാണ് ക്ലീനിങ്. അപ്പോൾ എന്നെ അമ്മ പിടിച്ചിരുത്തിയിട്ട് ആദ്യം എൻ്റെ മുടി കോമ്പ് ചെയ്യും. പിന്നീട് എനിക്ക് എൻ്റെ ചെവി ക്ലീൻ ചെയ്യും. ആ ചെവി ക്ലീൻ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താ സുഖമാണ്. ആ ചെവി ക്ലീനിങ് എനിക്ക് ആഴ്ച ഒരിക്കൽ ചെയ്തോളൂ കേട്ടോ. പക്ഷേ അത് നല്ല ആസ്വദിച്ച് നല്ല സുഖമാണ്. നിങ്ങൾക്കറിയാമോ അതിൻ്റെ സുഖം? ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ അകത്തിട്ട് ഇങ്ങനെ അമ്മ തുടയ്ക്കുമ്പോൾ ഇങ്ങനെ എല്ലാം മറന്നിങ്ങനെ ഇരിക്കും. എന്താ സുഖമാണ്. അമ്മ പറയും പണ്ടൊക്കെ ഇങ്ങനെ കാക്കത്തൂവലൊക്കെ ഇങ്ങനെ ചെവിയിലിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണെന്ന്. അതുപോലെ ഞാനിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്കും ഇഷ്ടമാണോ ഈ ചെവി ക്ലീനിങ്? നല്ല സുഖമാണ്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ബഡ് സെറ്റിങ് ഇങ്ങനെ ചെവി കേൾക്കുമ്പോഴുള്ള സുഖം അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നീട് അമ്മ എന്നെ വീണ്ടും ഹെയർ മൊത്തം ഇങ്ങനെ കോമ്പ് ചെയ്യും. ഹെയർ കോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഇതാണ്. അതിന് മുമ്പ് അമ്മ ഹെയർ കോമ്പിന് മുമ്പ് അമ്മേൻ്റെ കാലൊക്കെ ക്ലീൻ ചെയ്യും. കാലിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ എല്ലാം തുടയ്ക്കും. വെറ്റ് ടിഷ്യൂ കൊണ്ട് അമ്മ കാലിൻ്റെ അടിയിലൊക്കെ എന്തൊക്കെ ആയിക്കൊണ്ടോ അതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരും. പിന്നെ അമ്മ എനിക്കൊന്നും കൂടെ ഹെയർ ബ്രഷൊക്കെ ചെയ്ത് ക്ലീനാണ്. ഇത്രയുമാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടമായല്ലോ. ഇപ്പോൾ ടാറ്റ ബൈ ബൈ. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.